വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ വില്ലേജിൽ പോവുകയാണ്. കറക്റ്റ്, വില്ലേജിൽ പോവുകയാണ്. ഞാൻ കഴിഞ്ഞ തവണ സീക്രട്ട് സെറ്റിങ്സിനെടുത്ത അതേ സീഡ് തന്നെയാണ് എടുത്തിരുന്നത്. കാരണം ഇപ്പം നമ്മുടെ വില്ലേജസ് നോർമൽ വില്ലേജസ് അല്ല. അവിടെ ഇപ്പം കുറച്ച് ഓവർ പവർഡ് വില്ലേജേഴ്സ്, ഗാർഡിയൻ വില്ലേജേഴ്സ് ഉണ്ട്. അവരുടെ സ്വോർഡ്, ഷീൽഡ്, ആർമർ അതൊക്കെയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അവരുടെ പവർ, അവരുടെ സ്ട്രെങ്ത് അതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് പോവാം. ഇപ്പം നിങ്ങൾ വിചാരിക്കുമായിരിക്കും എൻ്റെ ഹോട്ട് ബാർ, എൻ്റെ ഹെൽത്ത് ബാർ, എൻ്റെ ഹങ്കർ ബാർ, എൻ്റെ മെനു സെറ്റിങ്സിൻ്റെ ആ ബട്ടൺസ് ഒക്കെ അവിടെ പോയിരുന്നു. അപ്പം നിങ്ങൾ കീബോർഡും മൗസും കണക്ട് ചെയ്താൽ കളിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ F1 ബട്ടൺ ഞെക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് ബാറും അതൊക്കെ മാറ്റാൻ പറ്റും, ഹൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നോക്കാം, എൻ്റെ ഹെൽത്ത് ബാർ ഉണ്ട്, ഇപ്പോൾ ഇല്ല, ഇപ്പോൾ ഉണ്ട്, ഇപ്പോൾ ഇല്ല. ഓക്കെ, സോ ഗൈസ് ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ആ വില്ലേജേഴ്സിനെ കാണാം. അതിന് മുമ്പ് നമുക്ക് ഇവിടെ റെസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. നമുക്ക് എവിടെയെങ്കിലും പോയി റെസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യണം. കാരണം ഉമ്മരൊക്കെ നല്ല ഹെവി ഹിറ്റിംഗ് ആൾക്കാരാണ്. ഓക്കെ, ബ്രെഡ് എനിക്ക് വേണം. ഇതിൻ്റെ അകത്ത് ഞാൻ ക്രിയേറ്റീവ് മോഡ് ഉപയോഗിക്കും. കാരണം എനിക്ക് ഉമ്മറോടെ ഫൈറ്റ് ചെയ്യാനല്ലേ, ഉമ്മറുടെ സ്ട്രെങ്ത് നോക്കാനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർഡൻ വില്ല. കോപ്പർ കോളം. എ വില്ലേജർ. ഡാമേജ്. ഓക്കെ ഓക്കെ ഓക്കെ, ഒരാൾ റീജനറേഷൻ പോഷൻ എനിക്ക് ഇട്ട് തന്നു. ഓക്കെ, അതെന്തോ എനിക്ക് തോന്നുന്നു അത് ആ വില്ലേജേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള, അത് മറ്റേ ക്ലെറിക് അല്ലേ, അവൻ പോഷന് റോട്ടൺ ഫ്ലഷ് ഒക്കെ വാങ്ങിക്കുന്ന അവൻ ഈ വില്ലേജേഴ്സിന് ഹെൽത്ത് പോഷൻ കൊടുക്കുകയാണ്. അത് വെച്ച് അവന്മാർ ഹീലാവാൻ. ഓക്കെ, എനിക്ക് അവന്മാർ എന്നെ മറന്നുപോയെന്ന് തോന്നുന്നു. അവന്മാരുടെ അടുത്ത് പോയിട്ട് എനിക്ക് എഫക്റ്റ് വേണം. എനിക്ക് എഫക്റ്റ് വേണം. ഹീലാക്ക് എന്നെ, ഹീലാക്കനെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, മതി. ഈ വില്ലേജർ കൊള്ളാം. ഇങ്ങനെ ശരിക്കും വില്ലേജേഴ്സ് ഇങ്ങനത്തെ വേണം. അയ്യോ, ക്ലിക്ക് ചെയ്ത് പോയി, സോറി ഗൈസ്. ഈ വില്ലേജർ കൊള്ളാം അല്ലേ, ഇങ്ങനെയൊക്കെ വില്ലേജർ വേണം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, താങ്ക് യു. മൈൻഡ് ചെയ്യാവുന്നു. അപ്പോൾ ഗൈസ്, ഇത് ഭയങ്കര സൂപ്പർ അല്ലേ. വില്ലേജർ ഹീൽ ചെയ്യുന്നു, അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പം നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ആദ്യം ഞാൻ ബ്രെഡ് തിന്നും. ടേസ്റ്റി. ഞാനെന്തൊക്കെയാ ഈ പറയുന്നത്. ഓക്കെ, നമ്മളിനി ക്രിയേറ്റീവ് മോഡിലോട്ട് പോകുന്നു. എന്നൊക്കെ ഈ വില്ലേജേഴ്സിന് എത്ര ശക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം നമുക്ക് റെയ്ഡിനെ വിളിക്കാം അല്ലേ. ഓക്കെ, അപ്പം ഇവരുടെ സ്പോണൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സ്പോണെക്ക്. ഓക്കെ, ഇവരുടെ ഗാർഡ് സ്പോണൊക്കെ ഉണ്ട്. ഇതെന്തോ സ്പോണൊക്കെ, വില്ലേജർ പോഷൻ സ്പോണേക്ക് എന്ന് വെച്ചാൽ ഉമ്മാർ പോഷൻ എറിയുന്ന ഉമ്മാർ. നമുക്കിവിടെ കണ്ടിട്ട് ഇവിടെ 2-3 എണ്ണേ ഉള്ളൂ. അപ്പം നമുക്ക് 2 എണ്ണത്തിനും കൂടെ സ്പോൺ ചെയ്യാം. എന്ന് വെച്ചാൽ 2-3 എണ്ണത്തിനും കൂടെ സ്പോൺ ചെയ്യാം. മറക്ക് സൗണ്ട് കേൾക്കും ഉദ്ദേശം. ഓക്കെ, ഇത്രയും. ഇനി ഇത് 2-3 എണ്ണം ഹീലിങ്ങിന് ആവശ്യം വരും. ഒരാളിനെയും കൂടെ സ്പോൺ ചെയ്യാം, ഒരാളിനെയും കൂടെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഈ കുഞ്ഞ് ആർമി സ്പോൺ ആയിരിക്കുന്നു. അപ്പം ഇനി നമുക്ക് കുറച്ച് ബോസസിനെ സ്പോൺ ചെയ്യാം. എന്ന് വെച്ചാൽ കുറച്ച് മോബ്സിനെ സ്പോൺ ചെയ്യാം. എന്നിട്ട് നോക്കാം ഇതിൽ ആർക്കാണ് പവർ ഉള്ളത്. സത്യം പറഞ്ഞാൽ ഈ വില്ലേജേഴ്സ് റെയ്ഡിനാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നതാണ് മോഡ്. ഇതെനിക്ക് ChatGPT എന്ന മോഡാണ്. അപ്പം ദി ബാഡോമെൻ 2. നമുക്ക് നേരെ ബാഡോമെൻ 5 പോവാം. ഓക്കെ, ഓക്കെ ഗൈസ്, ഞാൻ ഒരെണ്ണം എടുക്കട്ടെ. നമ്മുടെ ഒരു ബാഡോമെൻ കിട്ടി. ഓക്കെ, നമുക്ക് സ്പൈ ഗ്ലാസും കൂടെ എടുക്കാം കാണാൻ വേണ്ടി. ഗൈസ്, ഇനി ഞാൻ ഇച്ചിരി ദൂരെ പോട്ടെ.
ഓക്കെ റെയ്ഡൊമൻ എനിക്കൊന്ന് ഇച്ചിരി അടുത്തായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് റെയ്ഡ് സ്പോൺ ആവും. ഓക്കെ നമ്മുടെ അയങ്കോളം ഉണ്ട്, നമ്മുടെ ഗാർഡ് വില്ലേജസ് ഉണ്ട്, നമ്മുടെ ഹീലിംഗ് വില്ലേജസ് ഉണ്ട്. അപ്പം നമുക്കിത് ബാറ്റിൽ ഇവിടെ നിന്ന് സമാധാനത്തോടെ നിന്ന് ചെറിയ ഏരിയയിൽ നിന്ന് കാണാം. നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ നിന്ന് കാണാം. നമുക്കിങ്ങനെ സ്മൂത്തായിട്ടിരുന്ന് ഈ ബാറ്റിൽ ഫുള്ള് കാണാം. എന്നിട്ട് നമ്മൾ കുറച്ച് സ്ട്രോങ് മോബ്സിനെ സ്പോൺ ചെയ്യും. ലൈക്ക് വെരി മച്ച് സ്ട്രോങ് വാർഡനെ സ്പോൺ ചെയ്ത് നോക്കുക. ഒത്തിരി വില്ലേജറും വാർഡനും. അത് കഴിഞ്ഞിട്ട് നമ്മളും ബാറ്റിൽ ചെയ്യും. ഇവരെ പോലെ അയൺ ആർമറും അതൊക്കെ എടുത്ത്. ഓക്കെ റെയ്ഡ് ഇപ്പോൾ തുടങ്ങും. എല്ലാവരും പോവുകയാണ്. ഓക്കെ ഗൈസ്, ഭയങ്കര ശക്തിക്കാണ് ഹോൺ അടിക്കുന്നത്. എനിക്കറിയില്ല നിങ്ങൾക്ക് അത്രയും സൗണ്ട് കേൾക്കുന്നുണ്ടോ, പക്ഷേ എനിക്കിവിടെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി സൗണ്ട് കുറയ്ക്കുക. ഞാൻ ഇയർഫോൺ ഇട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു, അല്ല ഹെഡ്ഫോൺ ഇട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു. ഓക്കെ എവിടെ നിന്ന് അവർ വരുന്നതിന് നോക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒറ്റ കാര്യം ഇഷ്ടമല്ലാത്ത ഈ ഉമ്മാർ എവിടെ നിന്നാണ് വരുന്നതെന്നൊന്നും പറയത്തില്ല. ചുമ്മാ കൂവിക്കൊണ്ടിരിക്കുക അവിടെ എവിടെ നിന്ന്. വരുന്നില്ലേ ഇനി? ഓക്കെ വരുന്നു. ലെറ്റ്സ് സീ. ഓക്കെ ഓ ബാറ്റിൽ ചെയ്യുന്നു. ഓ സ്പിയർ മൈ ഗോഡ്. ഓക്കെ ഒരാളെ കൊന്നു. ആരണ്ടോ ഹീലിംഗ്. ഓക്കെ ഇവൻ ചത്തു. വാട്ട് ദ ഹെൽ, ഇവൻ്റെ ആർമറൊക്കെ ഉണ്ട്. ഓ ഇത് മറ്റവൻ്റെ. ഒരാളെ സക്സസ്ഫുൾ ചെയ്ത് കൊന്നു. ഓക്കെ നമുക്ക് അവിടെയൊക്കെ നോക്കാം. ഇവനവിടെ വായി നോക്കി നിൽക്കുന്നേ ഉള്ളൂ. ഹലോ, ഇവിടേക്ക് ആൾക്കാരുണ്ട്. റെയ്ഡ് മൊണകളെ അങ്ങോട്ട് പോ. ഹലോ. ഓക്കെ ഇവന്മാർ പില്ലേജേഴ്സിനെ കണ്ടാലേ അടിക്കത്തുള്ളൂ. അതിന് മുമ്പ് പില്ലേജേഴ്സ് അല്ലേ ഇവന്മാരെ തന്നെ കൊല്ലും. ഇപ്പം തന്നെ എനിക്ക് കാണാം. ഓക്കെ വരുന്നു. ഓ ഇത്രയും ദൂരം സ്പോട്ട് ചെയ്തോ. ഓക്കെ മറ്റോ പോർഷൻ ഇട്ടു ഇവന്. ഓ സീനാന്നല്ലോ. എത്ര എണ്ണമാണ് സ്പോൺ? ഒരു ഓക്കെ താങ്ക് യു. നിങ്ങൾ ഒരേ ആളിനെ തന്നെ ചെയ്യാതെ എല്ലാവരും വെച്ചേടെ. 2 മോബ്സും കൂടി ഇനി ബാക്കിയുള്ളൂ. പെട്ടെന്ന് പോ. യു ക്യാൻ ഡു ദിസ്. ദേണ്ട ഒരു പൊട്ടനെ വിട്ടിരിക്കുന്നു. ഇവൻ ഇറങ്ങിപ്പോയി. അപ്പം ഇവൻ ഔട്ടായിരിക്കുന്നു. അപ്പം ഇവനെ ഞാൻ തന്നെ കൊല്ലാം. ശ്രമിക്കുക ഇത് വെച്ച് കൊല്ലാൻ. തിരിച്ചു പോകുന്നു. ഓക്കെ അടി കൊണ്ടുപോവന്. എന്തരാ ഇറങ്ങിപ്പോന്നെന്തോ പേടിത്തൊണ്ടന്മാർക്ക് ഇവിടെ സ്ഥലമില്ല. ഓക്കെ മേസ് തിരിച്ചുകൊണ്ട് വെക്കാം. ഓക്കെ അടുത്ത റെയ്ഡ് വരികയാണ്. എന്നുവെച്ചാൽ മറ്റവന്മാരെല്ലാം കൊന്നു. ഓക്കെ ഈ ഹീലർ ഇവിടെ നിൽപ്പുണ്ട്. എന്തോ നോക്കി നിൽക്കുക. പെട്ടെന്ന് എൻ്റെ കൂട്ടുകാരെ സഹായിക്കുക. ഹലോ പോടാ ഇങ്ങോട്ട്. ഗായ്സ് അടുത്ത റൗണ്ട് തുടങ്ങി. എവിടെയാണ് ഇവന്മാർ റാവെഞ്ചറിനെ ഇങ്ങനെ കൊല്ലുന്ന എനിക്ക് കാണുന്നത്. എല്ലാവരോടും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ ഞാൻ എക്സ്ട്രാ വരെ സ്പോൺ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കറിയാം കുറച്ച് വരാന്നെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. കുറച്ച് സമയം എടുക്കും എന്തായാലും ഇവർ വരാൻ. പിന്നെ നിങ്ങൾക്ക് ആ റെയ്ഡിൻ്റെ ഹോണിൻ്റെ സൗണ്ട് കേൾക്കുന്നെങ്കിൽ ഇങ്ങനെ ഇറിറ്റേഷൻ ആണെങ്കിൽ സോറി ഗൈസ്, എനിക്കറിയില്ല എൻ്റെ സെറ്റിംഗ് എന്തോ ചെയ്യണമെന്ന്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ വരുന്നു. ഓക്കെ രണ്ടൊരു ഇൻഡിക്കേറ്റർ. ബൊമ്മാരെല്ലാം പോകുന്നുണ്ട്. ഓക്കെ ഓ ബാറ്റിൽ തുടങ്ങി. ആ തുടക്കത്തിൽ തന്നെ ചത്ത്. ഹീലർ. ഈ ഹീലറൊക്കെ പുറകെ നടക്കുന്നത് എന്ത്? ഇവന്മാരെല്ലാം എന്തിനു മുൻ ഹീലർ ഒരാളെ അടിച്ചു. ഓറഫാമി. അവൻ്റെ ഹീലായിക്കോൾ. ഇത്ര അങ്ങനെ ഞെക്കണ്ട. ഇവിടെ തന്നെ ഒത്തിരി പേരെ കൊടുത്തിട്ടുണ്ട്. വേണ്ട അവസാനത്തെ ആളപ്പന്തി. ഹലോ, ഈ റെയ്ഡിലെപ്പോഴും ഈ അവസാനത്തെ മോബ് എന്തോ ഇനി ഒളിച്ചിരിക്കുന്നത്. അപ്പം ഞാനിനി ഉയരത്തെ പോയി നോക്കേണ്ടി വരും. അതേണ്ടിരിക്കുന്നു. സൂപ്പർ. നമുക്ക് അവൻ ഇവിടെ പോയി. ഓക്കെ അവനിവിടെ ഇരിപ്പുണ്ട്. ഓക്കെ രണ്ടുപേരും അങ്ങോട്ട്.
ഓ, എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരാൾ കണ്ടാൽ മതി, അപ്പം തന്നെ ബാക്കിയുള്ളവർ നോട്ടീസ് ചെയ്യുക. അപ്പം ഓ, 1 മിനിറ്റ് ഗൈസ്, ഞങ്ങളിത് കണ്ടു. ഇവൻ ഷീൽഡ് വെച്ച് ബ്ലോക്കും ചെയ്യുന്നുണ്ട്. നോക്ക്, ഷീൽഡ് വെച്ച് ബ്ലോക്ക് ചെയ്യുന്നു. ഓ, സോറി. ഓക്കെ, നമുക്ക് ടൈം സെറ്റ് ടുഡേ ചെയ്യാം. ഓക്കെ, അവസാനത്തെ ബാറ്റിലും തുടങ്ങി. ഓക്കെ ഓക്കെ. ഓ, റാവെഞ്ചർ ഈ ബാറ്റിലാണ്. ഇതവൻ്റെ കടുത്ത മത്സരം. ഓക്കെ, ഒരാൾ ചത്തു. എനിക്ക് തോന്നുന്നില്ല ഈ വില്ലേജറിന് ജയിക്കാൻ പറ്റുമെന്ന്. ഓ ഓ, ജയിച്ചു. സൂപ്പർ. ഓക്കെ, ഈ ഷീൽഡ് ഉള്ളവൻ ഭയങ്കര പറയാ. ഓക്കെ, എനിക്ക് റൈഡ് വിക്ടറി കിട്ടി. ഞാനാ കൊണ്ടുവന്നേ ഉമ്മരെ അടിച്ച്. ഓ ഓ ഓ, പടക്കം. സെലിബ്രേഷൻ. ഞാനെല്ലാവരെയും രക്ഷിച്ചേ. ഓക്കെ, അങ്ങനെ ഉമ്മര് ഇതിനെ തോൽപ്പിച്ചു കഴിഞ്ഞു. റെയ്ഡിനെ തോൽപ്പിച്ചു, അത് ലെവൽ 5-ൻ്റെ. അപ്പോൾ ഇനി നമുക്ക് വേറെ കുറച്ച് മോബ്സിനെ സ്പോൺ ചെയ്ത് നോക്കാം. ഇന്നത്തെ മൊത്തം വീഡിയോ ഇതിനെക്കുറിച്ച് തന്നെ ആയിരിക്കും. പിന്നെ നമുക്കും അവസാനം ബാറ്റിൽ ചെയ്യണം ഉമ്മരോട്, ഒത്തിരി 10 പേരോട് ഒരുമിച്ച്. ഹീലറിനെ സ്പോൺ ചെയ്യും, നമുക്ക് ഹീൽ കിട്ടും, അമ്മർക്ക് ഹീൽ കിട്ടും. ഓക്കെ, ഇനി നമുക്കെന്തോ സ്പോൺ ചെയ്യണം. ഓക്കെ, നമുക്ക് വിച്ചിനെ സ്പോൺ ചെയ്തല്ലോ, എന്തെങ്കിലും അടിക്കുമെന്ന് നോക്കാം. ഉമ്മരെയൊക്കെ സ്പോൺ ചെയ്ത ഉമ്മർ തന്നെ. ഓക്കെ, വേറെ എന്താ? വിതർ സ്കെൽറ്റൻ, വാർഡൻ, ദെൻ വാട്ട്? ഓക്കെ, നമുക്ക് ഇവനെയും കൂടെ സ്പോൺ ചെയ്യാം. ഇവിടെ ഫാൻറ്റം വേണോ? വേണ്ട. സത്യം പറഞ്ഞാൽ കൂടുതലങ്ങ് ഫൈറ്റിംഗ് ഹോസ്റ്റൽ മോബ്സ് ഒത്തിരി ഒന്നുമില്ല. വില്ലേജേഴ്സിനോട് ഫൈറ്റ് ചെയ്യുന്ന ഉറപ്പുള്ള. അപ്പോൾ നമുക്ക് ഹസ്കിനെ എടുക്കാം. പാർച്ചഡിനെ എടുത്താൽ പാർച്ചഡ് അറ്റാക്ക് ചെയ്യത്തില്ല. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത എനിമീസ് വന്നിരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം വിച്ചിനെ ഒന്ന് സ്പോൺ ചെയ്ത് നോക്കാം. അറ്റാക്ക്. ഓ ഓക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ 2-3 വിച്ചിനെ സ്പോൺ ചെയ്യാം. ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ കടുത്ത ബാറ്റിൽ ഒരു ഹീലറും ഒത്തിരി വിച്ചുമാണ്. ഓ ഓ, പോഷൻ ഇട്ട് എറിയുവാണ്. ഓക്കെ, ആ വില്ലേജർ ചത്തു. ബാക്കിയുള്ളവരൊക്കെ എന്തി? ഇവരൊക്കെ എങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചോണ്ടിരിക്കുക. ഹലോ, എവിടെ പോയി? ഓക്കെ, ബാക്കിയുള്ളവർ വന്നിരിക്കുന്നു. ഓ, ബാറ്റിൽ. ഓ, ഹീലറൊക്കെ എന്തൊക്കെ എറിഞ്ഞങ്ങ് ചാവുക. ഓക്കെ, പൊസിഷൻ ഓഫ് ഹാർമിങ് ഒക്കെ ഇടുന്നു. ആരൊക്കെ ഹീൽ ചെയ്തോണ്ടിരിക്കുക. അടിക്കടാ. ഈ ഹീലർ അടിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അടി. അത്രേ ഉള്ളൂ. ഓ മൈ ഗോഡ് ഗായ്സ്, അങ്ങനെ ഇവർ ഈ റൗണ്ടും ജയിച്ചിരിക്കുന്നു. കുറച്ച് പേര് അവിടെ സ്പോൺ ചെയ്യാൻ കാണാം. കുറച്ച് പേര് മരിച്ചിട്ടുമുണ്ട്. ധീരനായ കുറച്ച് വില്ലേജർ സ്വന്തം വില്ലേജിനെ രക്ഷിക്കാൻ വേണ്ടി വന്ന്. ഓക്കെ, നമുക്ക് ഹീലറിനെയും വെക്കാം, ഗാർഡിനെയും വെക്കാം. ഓക്കെ, നമുക്ക് ഗാർഡിനെ 1 2 3 4 5 6 എണ്ണത്തിന് 7 8 9. ഓക്കെ, ഒത്തിരി പേര് സ്പോൺ ആക്കി. ഇനി നമുക്ക് ഹസ്കിനെ എല്ലാം സ്പോൺ ചെയ്യാം. ഒത്തിരി എണ്ണത്തിനെ സ്പോൺ ചെയ്യാം, കാരണം ഇവർക്ക് അത്ര ശക്തിയൊന്നുമില്ല. ഓക്കെ, ഇത്രയും തന്നെ അധികമായെന്ന് തോന്നുന്നു. ബേബി സോംബി ഒക്കെ ഉണ്ട്. ഓ അടിക്കുന്നു. ഓ, അവൻ ഷീൽഡ് ബ്ലോക്ക് ചെയ്ത് അടിക്കുന്നത്. ഓ ഗായ്സ്, അത് കണ്ടോ? അവൻ ഷീൽഡ് വെച്ച് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. വില്ലേജേഴ്സ് ഒക്കെ. ഓ, ആരും ചത്തില്ല. ഓറ ഫാമി കൊച്ചുപിള്ളേരെയൊക്കെ പുറകെ പോയി അടിക്കുക. ടെലിപ്പോർട്ടാകുന്ന പോലെയൊക്കെ ഓടിപ്പോന്നു. ഓക്കെ, അപ്പം ഈ റൗണ്ട് ഒരു ജയിച്ചിരിക്കുന്നു. അപ്പം ഇനിയാണ് വിതർ സ്കെലിറ്റൻ റൗണ്ട്. ഒരാളെ ഇട്ട് നോക്കാം. ഓക്കെ. ഞാൻ ഒത്തിരി ഇടുക, കാരണം ഉമ്മാരൊക്കെ ഭയങ്കര പ്രോ ആണ് ഉമ്മാരുടെ വിചാരം. ഓക്കെ, 2-3 ഇവരെ ഇടാം. ഹീലറെ ഇടാം. ഓക്കെ ഗേൾസ്. കുറച്ചെണ്ണത്തിന് ഇവിടെ ഉണ്ട് വരും. ഉമ്മരെല്ലാം ഓവർ പവർ ചെയ്യുക. വിതർ സ്കെൽറ്റൻസ്, യു ക്യാൻ ഡു ദിസ്.
ഈ വില്ലേജേഴ്സിനെ അവരുടെ സ്റ്റാൻഡേർഡ് കാണിച്ചു കൊടുക്കുക. ആ ബ്ലോക്ക് ചെയ്യുന്നവനെ ഏറ്റവും സൂപ്പർ കണ്ടു. ബ്ലോക്ക് ചെയ്തിട്ട് അടിക്കുന്നു. ക്രിട്ടിക്കൽ ഹിറ്റ് അടിക്കാറില്ല അവന്മാർക്ക്. ഓക്കെ, ഒത്തിരി കോളും കിട്ടുന്നു. അവരുടെ തൊട്ടങ്ങ് പോർഷൻ ഇട്ട് മറിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും പവർഫുൾ എനിമീസിനെ ഇവർ തോൽപ്പിച്ചു. ഇനി നമുക്ക് വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ വാർഡനെ ഇടാം. ഓക്കെ, ഐ ഡോണ്ട് തിങ്ക് ഇവർക്ക് എല്ലാവർക്കും തോൽപ്പിക്കാൻ പറ്റും. എന്നാലും നോക്കാം. എന്താണെന്നൊരു വില്ലേജ് എപ്പോഴേ നശിച്ചു. ഓക്കെ, ഷീൽഡുള്ളവനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവന്മാർ അവന് ഹീലിംഗ് കൊടുക്കുക, പൊട്ടന്മാർ. നമുക്ക് ഈ തവണ ഒത്തിരി എണ്ണത്തിനെ സ്പോൺ ചെയ്യാം. എൻ്റെ ഫോൺ മൊത്തം പൊട്ടിത്തെറിക്കട്ടെ. എല്ലാവരും പോ. വാർഡനെ പൊട്ടിക്കാൻ പറ്റുമെങ്കിൽ പോ. You can do this. Attack. വാർഡനെ attack. ആർമി ഇവിടെ മൊത്തം. Oh my god. അവനെ വളഞ്ഞിട്ടടിക്കുക. വാർഡന്റെ മോന്തം നോക്കാം നമുക്ക്. പാവം. കുഴപ്പമില്ല, വാർഡൻ എല്ലാവരും തോപ്പിക്കാൻ. എൻ്റെ 500 ഹെൽത്ത് ഉണ്ട്. വാർഡനെ കൊന്നു. എന്നാൽ നമുക്കൊരു പുതിയ വാർഡനെ സ്പോൺ ചെയ്യാം. ഒരു വാർഡനെ കൊല്ലുമെന്ന് പറയുന്നത് ഇത്രയും പേരുള്ളതുകൊണ്ടായിരിക്കും. ന്യൂ വാർഡനെ കൊല്ലാൻ ഇവർക്ക് എത്ര സമയം എടുക്കും നോക്കാം. ഓക്കെ, ബാറ്റിൽ നന്നായിട്ട് നടക്കുന്നു. സ്പീർ ഉള്ളവന്മാരൊക്കെ ഭയങ്കര അടിക്കുക. ഷീൽഡ് ഉള്ളവന്മാരെ ഏറ്റവും മുന്നിൽ കയറി അടിക്കുക. സ്വന്തം ആൾക്കാരെ ഡാമേജ് അറിയാൻ കൊടുക്കുന്നുണ്ട്. ഒരാളാണെങ്കിൽ ചുമ്മാ നിൽക്കുമോ. ഹീലിംഗ് പോഷനൊക്കെ എടുത്തങ്ങ് എറിയുക. വാർഡനും അതിൻ്റെ എഫക്റ്റും കിട്ടുന്നുണ്ട്. അത് കൊള്ളായിരുന്നു. സോണിക് സൂപ്പർ സ്ട്രൈക്ക്. ഓക്കെ, ഒന്നുകൂടെയും കൂടെ. ഹീലർസ് എല്ലാം ഒളിച്ചിരിക്കുകയാണ്. എന്നിട്ട് ബോംബ് എറിഞ്ഞുകൊണ്ട് ഹീലിംഗ് പോഷൻ അറിയോ. ഓക്കെ, അപ്പം ഇതിനെ അവർ കൊന്നിരിക്കുന്നു. ഇനി നമുക്കൊരു വിതറിനെ സ്പോൺ ചെയ്താലോ. ലെറ്റ്സ് സീ, വിതറിനെ സ്പോൺ ചെയ്താലോ. പക്ഷെ ഒത്തിരി എണ്ണത്തിനെ സ്പോൺ ചെയ്യണം. ഓക്കെ, എൻ്റെ ഫോൺ ഇച്ചിരി ലാഗ് അടിക്കാൻ തുടങ്ങി. അപ്പം നമുക്കിനി വിതറിനെ സ്പോൺ ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം ഇവരുടെ ഇത്രയും ഉറഫാം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ആ സമയത്ത് എന്തോ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഇതൊക്കെ കളയാം. വാർഡനെ വേണമെങ്കിൽ വെക്കാം. ഇനി വിതർ സ്കൾ എനിക്ക് വേണം. ഇവിടെ നിന്നായിരുന്നു വിതർ സ്കൾ. ഇച്ചിരി മേളിലാന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, ഞാൻ നോക്കിയിട്ട് വരാം. നിങ്ങൾ എത്ര നേരം ചില്ല് ചെയ്യുക. എവിടെ? കിട്ടി ക്രീമോ സ്കൾസ്. ഓക്കെ, വിതർ സ്കളും കിട്ടി. അപ്പോൾ ഇനി നമുക്കൊരു വിതറിനെ സ്പോൺ ചെയ്യാം. വൺ ഓഫ് ദി പവർഫുൾ ബോസ്. വാർഡൻ ഈസ് മോർ പവർഫുൾ, ബട്ട് ലെറ്റ്സ് സീ. കുറച്ച് ഗാർഡിനെ കൂടെ സ്പോൺ ചെയ്യുക. കുറച്ച് ഹീലറിനെ കൂടെ സ്പോൺ ചെയ്യുക. വില്ലേജർ പോഷനോ അതെന്തോ പേര്. ഓക്കെ, അപ്പം കീബോർഡ് മൗസ് വെച്ച് ആദ്യമായിട്ട് ഞാൻ വിതറിനെ സ്പോൺ ചെയ്യുന്നു. What the hell? ഓക്കെ, നമുക്ക് ഒന്നുകൂടെ സ്പോൺ ചെയ്യാം. ഇതൊന്ന് സ്പോൺ ആകത്തെ. ഹലോ, എന്തേലും തെറ്റ് ചെയ്തോ? ഗൈസ്, ഇതൊന്ന് സ്പോൺ ആകത്തെ. വില്ലേജ് ആയതുകൊണ്ട് അന്ന് സ്പോൺ ആവാൻ സമ്മതിക്കാത്ത. അങ്ങനെയൊക്കെ ഉണ്ടോ? നിങ്ങൾ ഒരു അറ്റത്തിൽ നിന്ന് തുടങ്ങണം. ഓക്കെ, സ്പോണായി. എനിക്കൊന്ന് നടിക്ക്. ഓക്കെ, അവൻ സ്പോൺ ആകുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ ചാർജ് ചെയ്താൽ അവൻ പൊട്ടിത്തെറിക്കും. കഴിഞ്ഞു. കുറച്ച് എണ്ണത്തിനെ കൂടെ സ്പോൺ ചെയ്യാം. ഓക്കെ, ബാറ്റിൽ തുടങ്ങിയില്ല. ബാക്കിയുള്ള വില്ലേജർമാരെല്ലാം കയറിക്കോ. ഓക്കെ, ബാറ്റിൽ. ഓക്കെ, ഒന്നും പറയാനില്ല. ഒറ്റ അടിക്കെല്ലാം ചത്തു. എനിക്കൊന്ന് ബ്ലാസ്റ്റ് കാരണം ഒത്തിരിയാണ് ചത്തെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടെ സ്പോൺ ചെയ്യാം. ഇന്ന് ഞാൻ എൻ്റെ ഫോൺ മൊത്തം തകർക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ഫോൺ തകർന്നാൽ അത് പ്രശ്നമാവും. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൻ്റെ ജീവിതം കൈവച്ചുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ലൈക്ക് ഗെയിം നമുക്ക് 20 വെക്കാം. നടക്കത്തില്ലെന്ന് എനിക്കറിയാം.
എന്നാലും ശ്രമിക്കാമല്ലോ നിങ്ങൾക്ക്. ഓക്കെ ഓക്കെ, വിതറിന് അവർ ഇച്ചിരി ഡാമേജ് കൊടുത്തു. ഓക്കെ, ഞാൻ സ്പോൺ ചെയ്തോണ്ടേയിരിക്കുമോ, എനിക്ക് ഒന്നും കാണുന്നില്ല ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഓക്കെ, വളരെ ലാഗ് ആവുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ നമുക്ക് സ്മൂത്തായിട്ട് കാണാം. എനിക്ക് തോന്നുന്നില്ല ഉമ്മർക്ക് വിതറിനെ അടിക്കാൻ പറ്റുന്നത്, കാരണം വിതർ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് പിന്നെ ഹാഫിലോട്ട് കൊണ്ടുവന്നാലോ. ലെറ്റ്സ് സീ, നമുക്ക് പിന്നെ ഹാഫിലോട്ട് കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള പണിയെല്ലാം ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ, ഭയങ്കര ലാഗ് അടിക്കുക. എൻ്റെ അറ്റാക്ക് ഒന്നും കൊള്ളുന്നും പോലും ഇല്ല അവൻ. ഓക്കെ, ഞാൻ അടിച്ചിട്ടൊന്നും നടക്കുന്നില്ല, ഭയങ്കര ലാഗായി. ഓക്കെ, ആ വിതർ അവിടെ പോയി. വളരെ ലാഗ്. എനിക്ക് തോന്നുന്നില്ല ഇനി എന്തെങ്കിലും നടക്കുന്നു. വിതർ സ്മൂത്തായിട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ ഇവനെ ഇച്ചിരി കൂടെ ലോ ആക്കിയാൽ മതി. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള വില്ലേജർ ചെയ്യുമെന്ന് നോക്കാം. എന്നിട്ടും കഴിഞ്ഞില്ലേ നമുക്ക് ഉറപ്പിക്കാം വിതറിനെ തോൽപ്പിക്കാൻ ഉമ്മാരെയും കൊണ്ട് പറ്റില്ല. പക്ഷെ വാർഡനെ ഉമ്മാരെ തോൽപ്പിക്കാൻ പറ്റി. അപ്പോൾ വിതറിനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, അങ്ങനെ ഞാൻ അവൻ്റെ ഹാഫ് ഹെൽത്ത് ആക്കി. ഇനി ഇവൻ ഓക്കെ, പകുതി ആൾക്കാർ അപ്പം തന്നെ ചത്തു. ഇനി ഇവനെ ഈസിലി ഫൈറ്റ് ചെയ്യാം. ഓക്കെ, ഭയങ്കര ലാഗ് അടിക്കുന്നു. സോറി ഗൈസ്. ഓ ഭയങ്കര ഡാമേജ്. ഓക്കെ ഗൈസ്, ഇച്ചിരി ലാഗ് ഉണ്ട്, കാരണം ഇതത്രയും എൻ്റെ ഫോൺ അത്രയും നല്ലതല്ല, അതുകൊണ്ടാണ് ഇച്ചിരി ലാഗൊക്കെ അടിക്കുന്നത്. എന്നാലും ഞാൻ കഴിയുന്ന പോലെ ചെയ്യുന്നുണ്ട്. എൻ്റെ ഫോണിൻ്റെ ജീവിതം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളുടെ കൂടെ ഇത് കാണുകയാണ്. അപ്പം നമുക്ക് ഈ അമേസിങ് വാർ നോക്കാം. ഓക്കെ, ഈ വിതർ എവിടം വരെ പോകും. ഓക്കെ, വില്ലേജർമാരെല്ലാം അടിക്കാൻ നോക്കുകയാണ്, പക്ഷെ ആരുടെ അടിക്കൊള്ളുന്നില്ല, കാരണം ഇതിനൊത്തിരി ഉയരത്തിൽ നടക്കും. ഓക്കെ ഓക്കെ, സ്പിയർ ഉള്ളവന്മാരൊക്കെ അടിക്കുന്നു. കേറടാ. കേറിക്കോ, യു ക്യാൻ ഡു ദിസ്. ഡിഫീറ്റ് ദിസ് വിതർ. ഞാൻ എനിക്ക് പകുതി സഹായം ചെയ്തു. ഹിയർ ഓഫ് ദി വില്ലേജ് ഇതുവരെ കഴിഞ്ഞില്ല. ഓക്കെ, ഇവർ വളരെ സ്ലോ ആണ്. ഇതിൻ്റെ പാർട്ടിക്കിൾസ് നോക്കി പോഷൻ വിതർ കൂടെ കുറച്ചിടാം. ഓക്കെ, ഒന്ന് സ്പോൺ ആവുന്ന തന്നെ ഭയങ്കര സ്ലോ ആണ്, ഭയങ്കര ലാഗ് അടിക്കും. ഓക്കെ ഓക്കെ, വിതറിൻ്റെ മോന്ത കാണാം. പാവം വിചാരിക്കുക വില്ലേജർമാരൊക്കെ എങ്ങനെ ഇത്ര OP ആയെന്ന്. എന്തായാലും എന്നെ കൊണ്ട് ഇത്രയും വില്ലേജേഴ്സിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ഉറപ്പില്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്യും. എന്താണെങ്കിലും ഞാൻ ചാവുന്നറിയാം, അതുകൊണ്ട് നോ പ്രോബ്ലം, വി വിൽ ട്രൈ. എന്നോട് ഞാൻ ഒത്തിരി വുൾഫിനെ സ്പോൺ ചെയ്യും എൻ്റെ കൂടെ, എൻ്റെ ടീം. ഒക്കെ ഉമ്മാർ ഞാനിവ ഇവിടെ തടഞ്ഞു വെക്കും. ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ. ഓക്കെ ഓക്കെ, വെള്ളത്തിൽ നിന്ന് അടിയിൽ എങ്ങനെയാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് വിതർ? വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഡാമേജ് കൊടുക്കുന്നത്. അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. ഓക്കെ ഓക്കെ ഓക്കെ, തീർന്നു. 2-3 സ്പിയർ കഴിഞ്ഞു ഗായ്സ്. അപ്പോൾ വില്ലേജർമാർക്ക് വിതറിനെ തോൽപ്പിക്കാൻ കഴിയും, പക്ഷെ വിതർ താഴെ നിൽക്കുകയാണെങ്കിൽ മാത്രം. നേരെ പറഞ്ഞാൽ അവർക്ക് ശരിക്കും തോൽപ്പിക്കാൻ കഴിയില്ല, പക്ഷെ വിതർ താഴെ നിൽക്കുകയാണെങ്കിൽ കേവിൻ്റെ അകത്തുമല്ല വിതറിനെ സ്പോൺ ചെയ്യുന്നെങ്കിൽ ഈസിലി നമുക്കിത് കഴിയും. ഓക്കെ, സ്ലോ ആനിമേഷൻ പൊട്ട്. ഹലോ, ലാഗാന്ന് തോന്നുന്നു മൊത്തം. ഹലോ, ഓക്കെ ഓക്കെ, പൊട്ടെന്ന് തോന്നുന്നു. പൊട്ടുന്നില്ല ഇതുവരെ. ഞാൻ ഒന്നൂടെ ടൈം ഡേ ആക്കാം. ഓക്കെ, ഒത്തിരി പേരെ കൊല്ലുകയും ചെയ്തു അത്. ഓക്കെ, വളരെ ലാഗാണ് ഗൈസ്. ഇനി എൻ്റെ ബാറ്റിൽ എനിക്ക് ഒട്ടും തോന്നുന്നില്ല എനിക്ക് ജയിക്കാൻ പറ്റുമെന്ന് ഇത്രയും വില്ലേജസിന് മുന്നേ. അതുകൊണ്ട് ഞാൻ ബെസ്റ്റ് ഗിയർസ് എടുക്കുകയാണ്. ഗൈസ്, പിന്നെ വേറെ ചില ബെഡ്റോക്ക് പ്ലെയേഴ്സിന് അല്ലെങ്കിൽ ചില ഞാൻ പോക്കറ്റ് എഡിഷൻ കളിക്കുന്നത്, അപ്പോൾ പോക്കറ്റ് എഡിഷൻ പ്ലെയേഴ്സ് വേണ്ടി
ചുമന്ന് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഡയമണ്ട് ബൂട്ട്സ് ആ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് തരണം. അത് വളരെ അനോയിങ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഷീൽഡ് വേണം. ഓക്കെ, വിൻ ചാർജ് വേണം. ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ വേണം. ഇനി എനിക്ക് കുറച്ച് പോർഷൻസും വേണം. ഇതൊന്നുമല്ല വേണ്ട. സ്വിഫ്റ്റ്നെസ് ഒരെണ്ണം, സ്ട്രെങ്ത്, ഓക്കെ. വേറെ എന്തെങ്കിലും നോക്കട്ടെ ഗൈസ്. എന്തോ വിൻ ചാർജിങ്, അതും കൊള്ളാം, പക്ഷെ എനിക്ക് വേണ്ട. എനിക്ക് ടർട്ടിൽ മാസ്റ്ററിൻ്റെ എവിടെ ഞാൻ കണ്ടും തോന്നി. ഇതല്ലോ ഗൈസ്, നിങ്ങൾക്ക് ടർട്ടിൽ മാസ്റ്ററിൻ്റെ കാണുന്നുണ്ടെങ്കിൽ പറയുക. എനിക്ക് കാണുന്നില്ല ടർട്ടിൽ മാസ്റ്റർ. പക്ഷെ അതിന് സ്പ്ലാഷ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഈ ബോട്ടിൽസിനകത്തുണ്ടോന്ന്. ഓക്കെ, ഇവിടെയില്ല. ഓക്കെ, ടർട്ടിൽ മാസ്റ്റർ കിട്ടി. ഐ നീഡ് ദിസ് വൺ. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കളയാം. ഇപ്പം തന്നെ വില്ലേജർ കൂടിയിരിക്കും. ഇനി എനിക്ക് ഒത്തിരി വില്ലേജറൊന്നും വേണ്ട. ഓക്കെ, ഇനി പോർഷൻ എല്ലാം ഇവിടെ വെക്കാം. ഇനി നമുക്ക് എന്തൊക്കെ വേണമെന്ന്. ഇനി എൻചാൻറ്റ് ഗോൾഡൻ ആപ്പിൾ, ബിക്കോസ് ഞാൻ അത്രയും പ്രോ ഒന്നുമില്ല. അത്രയും മതിയായിരിക്കും, പക്ഷെ നമുക്കൊരു സ്ലോട്ടും കൂടെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കൂടെ എടുക്കാം. ബക്കറ്റ് ഓഫ് ലാവ എടുക്കാം. ഓക്കെ, ഞാൻ ഗോൾഡൻ ആപ്പിൾ. ഓക്കെ ഗൈസ്, ഇനി അപ്പം നമ്മുടെ ബാറ്റ് ഇത്രയും വില്ലേജർ. എനിക്ക് തോന്നുന്നു 20, 30, 40 കാണും. ഓസസ് മീ, ഞാൻ ഈസിയിലാണ് ഇട്ടേക്കുന്നത്, കാരണം എനിക്ക് ചാൻസേലും വേണ്ട. ഓക്കെ, ലെറ്റ്സ് ഡ്രിങ്ക് ദിസ് ടർട്ടിൽ മാസ്റ്റർ. ഭയങ്കര ലാഗ് അടിക്കുന്നു. കുടിച്ചോന്നും പോലും എനിക്കറിയില്ല. ഓക്കെ ഗായ്സ്, ഞാൻ വളരെ സ്ലോ ആയി, പക്ഷെ കുഴപ്പമില്ല. എല്ലാവരും ഞാൻ അടിച്ചോണ്ട് ഓടുകയാണ് ഗായ്സ്. ലെറ്റ്സ് സീ, ആരും എന്നെ അടിക്കാൻ വരുന്നില്ല. ഓക്കെ, ഉമ്മാരൊക്കെ ഷീൽഡും കൊണ്ടൊക്കെ വന്ന് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. ഞാൻ സ്പാം ചെയ്യുകയാണ്, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടി കളിക്കുകയാണ്. അവന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിക്കുന്നു. എനിക്കൊന്നും കാണുന്നില്ല ഗൈസ്, ഞാൻ ചുമ്മാ സ്പാം ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നും കാണുന്നില്ല എനിക്ക്. ഒത്തിരി പേരൊക്കെ ചത്തെന്നാണ് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഓക്കെ ഗായ്സ്. ബാറ്റിൽ ഉമ്മാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, ലാഗ് ആയതുകൊണ്ട് ഞാൻ ഉമ്മൻ. ഓക്കെ, ഓടിക്കും.
സോറി ഗൈസ്, അറിയാം ഞാൻ മറ്റേ അതുകൊണ്ടായിരുന്നു സംഭവിച്ചത്. ഇത്രയും നേരം ചവയ്ക്കുമ്പോഴാണ് എൻ്റെ ഇത് വരുന്നത്. ഇവന്മാരെല്ലാം ഭയങ്കര ലാഗാ. എന്നാലും ഞാൻ ട്രൈ ചെയ്യുകയാണ് ഗൈസ്. ഓക്കെ. എന്തോ അടി ഇവന്മാരടിക്കുന്നു. ഞാൻ ജമ്പ് ചെയ്തോണ്ട് എല്ലാത്തിനെയും ക്രിട്ടിക്കൽ ഹിറ്റ് അടിച്ചോണ്ടിരിക്കുവാന്ന് തോന്നുന്നു. ഓക്കെ, ഒരാൾ ചാവുന്ന ഞാൻ കണ്ടു. എനിക്കൊന്ന് ഫുൾ നെതറൈറ്റ് ആർമറിന്റെ മുന്നേ ഇവന്മാർ എത്ര ഉണ്ടായാലും വല്ല പ്രശ്നമല്ല. പിന്നെ പോക്കറ്റ് എഡിഷൻ അതിന് സ്പാം ചെയ്യാനേ എളുപ്പമോ. ഓക്കെ ഗൈസ്, അവന്മാരെല്ലാം തീക്കകത്തുനിന്ന് വരട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ ഒരു ഗോൾഡൻ ആപ്പിൾ തിന്നാം. ഓക്കെ, ഞാൻ ഒത്തിരി വിൻചാർജ് എറിയുന്നുണ്ട്. ഓക്കെ, ഒരാൾ എൻ്റെ പുറകെ കൂടെ വരുന്നു. ഓക്കെ ഗൈസ്, ഇവന്മാരെല്ലാം നമ്മൾ അടിക്കുന്നുണ്ട്. ഓക്കെ, ഇവന്മാരൊക്കെ ചാവുന്നുണ്ട്. ഓക്കെ, എനിക്ക് ഇച്ചിരി ഡിഫെൻസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഞാൻ ചാവത്തില്ല. ഓക്കെ, ഇനി സ്പാം ചെയ്യുകയാണ് ഞാൻ. ഗൈസ്, അപ്പോൾ ഇനി നമ്മുടെ ഒത്തിരി വില്ലേജേഴ്സിൻ്റെ അകത്ത് ഫയറും ആയി. അതുകൊണ്ട് അവർക്ക് ഒത്തിരി ഡാമേജും ആയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഉമ്മറുടെ നിന്ന് അടിക്കേണ്ടി വരും. കാരണം ഉമ്മറുടെ അടുത്ത് കറക്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിൽക്കുകയാണ്. സ്പീയർമാരെല്ലാം കൂടെ എന്നെ അടിച്ചു വന്നു. ഓക്കെ, ആരണ്ടൊക്കെ ചത്തു, എന്തൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഞാൻ ജയിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ജയിക്കുമെന്ന് എനിക്കും തോന്നുന്നു. എന്തോ ലാഗ് അടിക്കുന്നത് ഗൈസ്. ഹീലിങ്ങിനെ ആദ്യം കൊല്ലണം. ഓക്കെ, ഒരാൾ ഹീലിംഗ് ഇട്ടു. ഇങ്ങോട്ട് വാ. അത്രേ ഉള്ളൂ. എനിക്ക് ഏത് ലോകത്ത് നടേ വരുന്നത്? എൻ്റെ അകത്ത് ഹീലിംഗ് തരും. ഞാൻ അവൻ്റെ ആൾക്കാരെ തന്നെയാണ് അടിക്കുന്നത്. ഓക്കെ, ഗൈസ്, ക്രിട്ടിക്കൽ ഹിറ്റ്. ഓക്കെ, വളഞ്ഞിട്ടടിക്കുകയാണ് എന്നെ. ഓക്കെ, എനിക്കിനി ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ക്രിട്ടിക്കൽ ഹിറ്റ്. ഓക്കെ, ഈ ബാറ്റൽ കുളത്തിലാണ് നിങ്ങൾക്കും തോന്നുന്നു. കാരണം ഭയങ്കര ബോറിങ്. ഓക്കെ, എൻ്റെ ഫ്ലിന്റ് ആൻഡ് സ്റ്റീലും പോയി ഗൈസ്.
എനിക്ക് തോന്നുന്നില്ല എന്നെ കൊണ്ട് ഈ കളി ഇത്ര പെട്ടെന്ന് ജയിക്കാൻ പറ്റുമെന്ന്. കുറച്ച് സമയം എടുക്കുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഉമ്മാരെല്ലാം അടിച്ചടിച്ച് ഡാമേജ് ചെയ്യുക. സ്പിയർമാരാ കുറച്ചുകൂടെ ഡേഞ്ചറസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഉമ്മാരെല്ലാം പെട്ടെന്ന് തന്നെ മറന്നു പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഈ പൊട്ട ഹീലറൊക്കെ എന്തോ എൻ്റെ അടുത്ത് വരുന്നത്. ഓക്കെ, ഓ അവനെന്ത് അറ്റാക്കിനെ തടയുന്നുണ്ട് കേട്ടോ. ഈ ഷീൽഡുമാർക്കൊക്കെ ഷീൽഡ് വെക്കാൻ നന്നായിട്ട് അറിയാം ഗൈസ്. അതിൻ്റെ കൂടെ ഹീലർമാരും ഉള്ളതുകൊണ്ട് എനിക്കും കുഴപ്പമില്ല. അൺലിമിറ്റഡ് ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. എൻ്റെ നെതറൈറ്റ് സോഡ് പൊട്ടാതിരുന്നാൽ മതി. ഞാൻ ഒത്തിരി അറ്റാക്കും ചെയ്യുന്നുണ്ട്. ഞാൻ ജമ്പ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഉമ്മാരുടെ ഒത്തിരി അറ്റാക്ക് കൊള്ളുന്നുമില്ല. പിന്നെ ഞാൻ ഉമ്മാരുടെ ഇടയ്ക്കും പോകുന്നുണ്ട്. ചിലപ്പോൾ ഉമ്മാരെ തന്നെ ഡാമേജും ചെയ്യുന്നുണ്ട്. ഓടിക്കോ. ഓക്കെ, ഞാനിപ്പോഴും ശ്രദ്ധിച്ച പെട്രോക്കിൻ്റെ അത് ചാടിക്കൊണ്ട് ഇങ്ങനെ ചെയ്യുവാന്നേ നല്ല ഉയരത്തിൽ പോകുമല്ലോ. ഓക്കെ ഗൈസ്, ഞാനൊന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഉയരത്തിൽ സത്യം പറഞ്ഞ് പോകുന്നുണ്ട്. ഷീൽഡൊക്കെ എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. ഞാനിപ്പം മിണ്ടാത്ത കാരണം എനിക്ക് ഉമ്മാരെ അടിക്കാൻ നല്ല രസമുണ്ട്. ഉമ്മാർ ഷീൽഡ് വെച്ച് ബ്ലോക്കും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആരും ഇല്ലാത്തപ്പോൾ എനിക്ക് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി നല്ലൊരു മോഡായിരുന്നു. ഇനി ഞാൻ അടുത്ത എന്ത് മോഡ് എടുക്കണം? നിങ്ങൾ അടുത്തതും വില്ലേജറിനെ ബേസ് ചെയ്തൊരു മോഡ് തന്നെ എടുക്കണമെന്നുണ്ടോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൂപ്പർ മോഡ്സ് എടുക്കണോ? അത് നിങ്ങൾ എന്നോട് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ നോക്കട്ടെ. ഓക്കെ, ആഹാരം കഴിക്കാൻ ഇനി ഫസ്റ്റ് പേഴ്സണിൽ പോവാം. ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഉമ്മൻ. ഞാൻ ഒത്തിരി ഇവരുടെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഈ ഹീലറിനെ ആദ്യം കൊല്ലണം. ഓക്കെ, താങ്ക്സ് ഫോർ ഹീലിംഗ്. എന്താടാ ചുമ്മാ അങ്ങ് ഹീൽ ചെയ്തോണ്ടിരിക്കുന്നു. ഓക്കെ ഗായ്സ്, എനിക്ക് തോന്നുന്നില്ല ഇനി ആരെങ്കിലും കാണുമെന്നല്ലേ. അതായത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പക്ഷെ ഞാൻ ഇപ്പോഴൊരു കാര്യം ശ്രദ്ധിച്ചത്, നമ്മൾ വിഞ്ചാറിലിടുമ്പോൾ ചാടുകയും കൂടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ഉയരത്തിൽ പോകാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ പോക്കറ്റ് എഡിഷൻ പ്ലെയേഴ്സിന് ഒരു സഹായം കാണും. കാരണം എനിക്ക് നേരത്തെ തോന്നിയത് ജാവ മാത്രമേ ഉള്ളായിരുന്നു ഉയരത്തിൽ നമുക്ക് വിൻചാർജ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. സാധാരണ നമ്മളിത് ഇത്രയും പോകത്തുള്ളൂ. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചാടിയ കറക്റ്റ് സമയത്ത് ചാടുകയും കൂടെ ചെയ്താണെങ്കിൽ നമ്മൾ നന്നായിട്ട് ഉയരത്തിൽ പോകും. പിന്നെ നമ്മൾ റൺ ചെയ്തോണ്ടാണ് ഇത് ചെയ്യുന്നെങ്കിൽ നല്ല ഉയരത്തിൽ പോകും. ഒന്നുകൂടെ ഞാൻ കാണിച്ചു ഗൈസ്, പറ്റുന്നില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾ കണ്ടാണ് ഞാൻ എന്ത് ഉയരത്തിലാവുന്നത്. ഓക്കെ ഓക്കെ, ഓ എന്നെ തീർന്നു.
ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ 1 മിനിറ്റ് ഇപ്പോഴേ എത്ര നെതറൈനൊക്കെ നല്ല ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കോണ്ടന്റ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ പറയുക, ഞാൻ അതുപോലത്തെ വീഡിയോസ് റെഡിയാക്കാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യുക, അടുത്ത് എന്ത് വേണം, എങ്ങനെ വേണമെന്നൊക്കെ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വില്ലേജർ മോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക. ഇത് കർസ് ഫോർജ് എന്ന് പറഞ്ഞ് ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ പേരാണ് ഗാർഡ് വില്ലേജർ എന്ന് പറയുന്നത്. ഇത് എല്ലാം ഇപ്പോഴത്തെ നമ്മുടെ ലേറ്റസ്റ്റ് വെർഷനിലെല്ലാം സ്മൂത്ത് ആയിട്ട് ഓടും. അപ്പം ടിൽ ദെൻ ബൈ. ഈ ഡാമേജ് ആവുന്നില്ലല്ലോ. ഫയർ റെസിസ്റ്റൻറ്റ്. So till then, bye bye.